നീ നിന്റെ വേദപ്രമാണത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണേണ്ടതിൻ്റെയൊക്കെ വേണം എൻ്റെ ഹൃദയമായ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവേ, നീ എന്നെ ഉയർത്തിയത് കൊണ്ടും എൻ്റെ ശത്രുക്കളെ എൻ്റെ നേരെ സന്തോഷിപ്പിക്കാതിരുന്നതുകൊണ്ടും നിന്നെ ഞാൻ പുകഴ്ത്തും. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചു, നീ എന്നെ സുഖപ്പെടുത്തി. നീ എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്നും കരയിച്ച് കുഴിയിലിറങ്ങുന്നവരോടുകൂടെ ആകാതെ വണ്ണം നീ എന്നെ ജീവനോടെ കാത്ത് പാലിച്ചു. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നിങ്ങൾ കർത്താവിന് പാടി തൻ്റെ വിശുദ്ധിയുടെ ഓർമ്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുവിൻ. എന്നാൽ തൻ്റെ കോപത്തിൽ ശാസനയും തൻ്റെ പ്രസാദത്തിൽ ജീവനുമുണ്ട്. സന്ധ്യ മുതൽ കരച്ചിലുണ്ടായാലും പ്രഭാതം മുതൽ സന്തോഷം വരും. ഒരു നാളും ഞാൻ ഇളകുകയില്ല എന്ന് എൻ്റെ സുഖാവസ്ഥയിൽ ഞാൻ പറഞ്ഞു. ദൈവമേ, നിന്റെ പ്രസാദത്താൽ എൻ്റെ മഹത്വത്തിന് നീ ശക്തി കൽപ്പിച്ചരുളി. നിന്റെ തിരുമുഖം തിരിച്ചു ഞാൻ ഭ്രമിച്ച് പോയി. കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു. എൻ്റെ കർത്താവേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചു. ഞാൻ നാശത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ടെന്ത് പ്രയോജനമുള്ളൂ? മണ്ണ് നിന്നെ സ്തോത്രം ചെയ്യുകയില്ല, അത് നിന്റെ വിശ്വാസം അറിയുകയുമില്ലല്ലോ. ദൈവമേ, കേൾക്കണമേ, എന്നോട് കരുണ ചെയ്യണമേ. കർത്താവേ, നീ എനിക്ക് സഹായകനായിരിക്കണമേ. ദൈവമേ, സ്നേഹയോഗ്യമാകുന്നു. ഭാരത്